ഹായ്, എല്ലാവർക്കും എൻ്റെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞാൻ സുധാർ. ഇന്ന് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് 3 പറമ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോവാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇന്ന്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും പരിപാടികളും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ് പ്ലാനിലുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് വിട്ടോക്കാം. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞാൻ ഈ പറമ്പൊന്ന് കാണിച്ചു തരാം മൊത്തത്തിൽ. വാഴക്കൃഷിയാണ് അവിടെ മെയിനായിട്ടുള്ളത്. വാഴയും അതേപോലെ തെങ്ങും തൈയും ഉണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് ആകെ ക്ഷീണത്തിലാണ്. പിന്നെ ഇവിടെ ഭയങ്കര പന്നീൻ്റെ ശല്യമുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു കാട് പിടിച്ച പോലെ വാഴ ഉണ്ടായിരുന്നതാണ്. ഇവിടെ പന്നി കുത്തിയതാണ്. നമുക്ക് കുത്തി മരത്തി എന്നൊക്കെ പറയില്ല, അതുപോലെ ചീന്ത് പോലെ ആക്കിയാണ്. അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ ആരപ്പോൾ കൃഷി ചെയ്യുക? എന്താ അവസ്ഥ? അപ്പോൾ അതാണ് വാഴയും വാഴക്കൊല എങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ അതും കൂടി വട്ട വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി നോക്കാം. അല്ല, ഈ മാവൊക്കെ ഞാൻ വെച്ചതാട്ടോ. ഈക്കണ മാവ് ഇവിടെ ഈ തോട്ടത്തിലുള്ള മിക്കവാറും മാവൊക്കെ ഞാൻ വെച്ചതാണ്. തെങ്ങും വാഴയൊക്കെ അച്ഛൻ വെച്ചതാണ്. വാഴ വെക്കാൻ ഞാൻ കൂടിയായിരുന്നു, അതൊക്കെ അച്ഛനെ വെച്ചത്. പക്ഷെ മാവ് അതേപോലെ പ്ലാവും തൈയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വീട്ടിൽ മിക്കവാറും സാധനമൊക്കെ ഏട്ടനാണ് വെച്ചത്. പക്ഷേ ഇവിടെ ഈ പറമ്പിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചത്, മാവും ഇതൊക്കെ. അല്ല, മാവ് എന്താ വയ്ക്കാൻ കാരണം വെച്ചാൽ മാങ്ങയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ ഒരു വെറൈറ്റി മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങണ്ടി വരെ കൊറ്റും, ഒരു മുളപ്പിച്ചിട്ട് അത് കുഴിച്ചിടാം. അതുകൊണ്ട് ഈ തോട്ടത്തിലുള്ള മിക്കവാറും മാവും തൈകളൊക്കെ വെറൈറ്റി മാവുകളാണ്. പിന്നെ വലിയ മാവുകളാണ് കേട്ടോ. ഞാൻ കിട്ടുന്നിടത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അണ്ടി കൊറ്റും, എന്നിട്ട് അത് മുളപ്പിക്കും, എന്നിട്ട് കുഴിച്ചിടും. അങ്ങനെ വാഴക്കൊലൊന്നുമില്ല, ഒന്നും മൂത്തതായിട്ടൊന്നുമില്ല. നോക്കട്ടെ, ഇനി അടുത്ത സൈഡിലൊക്കെ പോയക്കട്ടെ. തോട്ടത്തിൽ ഇതേപോലെ മുരിങ്ങാക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഒരു ദിവസം പറിച്ചു. എനിക്ക് 1-2 ചെറുത് തന്നെ ഉള്ളൂ. ഇതാക്കണ തെങ്ങും വാഴയൊക്കെയാണ് കേട്ടോ മെയിൻ കൃഷി ഇതിൽ. ഇതിൽ വേനലായതുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്. ഇതാക്കണം ഈ പ്ലാവ്, ഇത് മുരിങ്ങയാണ് കേട്ടോ. ഈ പ്ലാവ് ആദ്യമുള്ള തന്നെ കേട്ടോ. അതേപോലെ തൊട്ടപ്പുറത്തൊരു മാവും കൂടി ഉണ്ട്. അതാക്കണം വലിയൊരു മാവാണ്. രണ്ടും ഒന്ന് നാടൻ മാങ്ങയും. പിന്നെ ചക്ക വലിയ ഗുണമൊന്നുമില്ല, വലിയ ടേസ്റ്റുള്ള ചക്കയില്ല. അപ്പോൾ ഇത് വെട്ടണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ചിലപ്പോൾ വെട്ടും, കാരണം പിന്നെ പറമ്പിൻ്റെ സെൻറ്ററിലും കൂടി ആയതുകൊണ്ടേ. അപ്പോൾ പുതിയതൊക്കെ വെച്ചതൊക്കെ സൈഡിലാണ്, മാവും പ്ലാവൊക്കെ. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ മറ്റത് ഭയങ്കര തണലും കൂടി, ബാക്കിയുള്ള മരങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയാണ്. പിന്നെ അത് ഓൾറെഡി ഈ പറമ്പ് ആദ്യം പറങ്കിമാവുള്ളൊരു തോട്ടമായിരുന്നു. പിന്നീട് JCB കൊടുന്ന് നിരത്തിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ആക്കിയത്. മറ്റിവിടെയൊക്കെ മൊത്തം പറങ്കിമാവായിരുന്നു. പിന്നെ വെട്ടെല്ലും പാറയായിരുന്നു മൊത്തം. പിന്നെ അത് മാന്തിച്ചു, എന്നിട്ടിപ്പോൾ ഈ രീതിയിലേക്ക് ഷേപ്പാക്കി എടുത്തു. ഇപ്പോൾ നല്ല സ്ലോപ്പായിട്ടുള്ള ഒരു പറമ്പാക്കി. ഈ മാവ് അച്ഛൻ കുഴിച്ചിട്ടാട്ടോ. ഇപ്രാവശ്യം പൂത്തായിരുന്നു. ഒരു മാങ്ങ ഉണ്ടല്ലേ, സത്യം പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉള്ള പൂവൊക്കെ കരിഞ്ഞു പോയായിരുന്നു, പക്ഷെ ഒരു മാങ്ങ മാത്രമുണ്ട്. കൊള്ളാം, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തൊട്ടപ്പുറത്താക്കുന്ന അടുത്തൊരു മാവ്. മൊത്തം വാഴയും തെങ്ങ് തന്നെയാണ് ഈ പറമ്പിലുള്ളത്. പിന്നെ മുരിങ്ങയും ഞാൻ പ്രാവശ്യം കുഴിച്ചിട്ട മാവും തയ്യോളാണ്. ഇതാക്കണം ആ ഒരു മാവും തയ്യ്.
ഇത് രണ്ടുമാണ് ഞാൻ കുഴിച്ചിട്ടത്. 1-2 ഞാനൊരു എല്ലാ കൊല്ലം ഇതേപോലെ ഞാൻ കൊണ്ടുവന്ന നല്ല നല്ല മാവും തൈ നോക്കിയിട്ട് കുഴിച്ചിടും. പക്ഷേ ഉണ്ടാവൽ ഇതുപോലെ ഒരു 3-4 ഉണ്ടാവും. ഒരു 10-12 കുഴിച്ചിടും, എന്നിട്ട് 3-4 മാത്രം ഉണ്ടാവും. ഇതാണ് ഏറ്റവും മുകളിലെ ഭാഗം പറമ്പ്. പിന്നെ അടിയിൽ അടുത്തൊരു തട്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ താഴെ തട്ട്, അങ്ങനെ അത്രയും സ്ഥലമാണുള്ളത്. ഈ പറമ്പിനെ കുണ്ടോടി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ കുണ്ടിലെത്തൊടി, കാരണം ഒരു കുണ്ടാണ് അങ്ങോട്ട് താഴ്ത്തിക്കുക, അപ്പോൾ കുണ്ടോടി എന്നാണ് പറയുന്നത്. അതാണെന്നൊക്കെ തോന്നുന്നത് അതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേര് വന്ന് തോന്നുന്നു. ഏകദേശം രൂപം കൊണ്ടും ഒരു കുണ്ട് ഉള്ളത് കൊണ്ടാണ് കുണ്ടിലെത്തൊടി എന്ന് പറയുന്നത് തോന്നുന്നു. ഇവിടെ ഏകദേശം പറമ്പിലൊക്കെ നോക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പഴുക്കാനായിണോ ചിലത് ചൂട് വെയിലിൻ്റെ ഹാങ് കൊണ്ടേ വെള്ളം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടൊരു മഞ്ഞ കളർ ചെറുതായിട്ട് വരുന്നുണ്ട്. വാഴക്കൊലൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പറമ്പിക്ക് പോവാം. അങ്ങനെ 3 പറമ്പാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ വീടെടുക്കുന്ന സ്ഥലം, ഇത്രയാണ് ഞങ്ങളുടെ സ്ഥലമായിട്ടുള്ളത്. അങ്ങനെ അടുത്ത പറമ്പിലേക്ക് പോവുകയാണ്. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മുടി ആകെ പരന്ന് നിൽക്കണത്. ഈ പറമ്പെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഇതാക്കണം, ഇതാണ് എൻ്റെ വീട്, തൊട്ടപ്പുറത്ത് തന്നെ. എൻ്റെ വീടിൻ്റെ ഹോം ടൂറ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതേപോലെ എന്താ പറയുക, മേലെ ഒരു ഐക്കണില്ലേ അതിനും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, നമുക്കിനി അടുത്ത പറമ്പിലേക്ക് പോകാം. വീടിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് ദൂരെ ഡിസ്റ്റൻസേ ഉള്ളൂ. പഴയ നാട്ടുവഴികളെ പോലെ ഇടവഴികൾ. ഇവിടെ തൊട്ടടുത്തൊരു കുളം ഉണ്ട് കേട്ടോ. കുളവും ഈ നിൽക്കണതാണ് കേട്ടോ പറമ്പ്. ഇത് ഏകദേശം ഇവിടുന്ന് തുടങ്ങിയിട്ട് അവിടെ ഒരു കുറച്ചിട്ടുണ്ട്, ഈ ഒരു നീളം. സോ ഇതാണ് പറമ്പ്. ഇവിടെ മെയിൻലി തെങ്ങും അതുപോലെ കഴുങ്ങുണ്ട്, കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തോട്ടം നനയ്ക്കാറുണ്ട്. 3 ദിവസം കൂടുമ്പോഴാണ്, 3 ദിവസം എന്ന് വെച്ചാൽ 4-ാം ദിവസമാണ് നനയ്ക്കുക. അതുകൊണ്ട് ഇങ്ങനെ പൈപ്പിൽ മോട്ടർ അടിച്ചിട്ട് ഇവിടെ വെള്ളം ചാടും, അങ്ങനെ നനയ്ക്കലാണ്. പിന്നെ അപ്പുറത്തൊരു പറമ്പുണ്ട്, അത് ചെറിയച്ഛൻ്റെ പറമ്പാണ്. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി പറമ്പായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്നത്. പിന്നെ അവിടെ മേമയുടെ പറമ്പുണ്ട്. പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് പോർഷനായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ, ഒളർമാവാണ്, നല്ല പ്രായമുള്ള മാവാണ്. അതുകൊണ്ട് ഇപ്പോൾ വല്ലാണ്ട് മാങ്ങയൊന്നും ഉണ്ടാവില്ല. അവിടെയും ഇവിടെയൊക്കെ ചെറിയ 1-2 ഉണ്ടാവും. പണ്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മേലത്തെ പറമ്പിൻ്റെ ഭാഗം. അത് ചെറിയച്ഛൻ്റെ പോർഷനാണ്. ഇവിടെ ഒരു കല്ല് പടവ് പോണില്ലേ, അപ്പോൾ അതിലുള്ളൊരു കുളം കൂടി ഉണ്ട്. ഞങ്ങൾ താഴത്തെ കുളം എന്ന് പറയൽ. ഇതിന് മേലൊരു കുളം ഉണ്ടായിരുന്നു, വലിയൊരു കുളം ഉണ്ടായിരുന്നു. ചേച്ചിൻ്റെ കാലത്ത് തന്നെ അത് തൂർത്തു. അതിനെ ഞങ്ങൾ മേലെക്കുളം, ഇതിനെ താഴത്തെ കുളം എന്നാണ് പറഞ്ഞത്. ഈ കുളത്തിന് ചെറുകുളം എന്നാണ് പറയുക. മേലത്തേന് മേലേക്കുളം, താഴത്തെ കുളം, ഇത് ചെറുകുളം. ഇങ്ങനെ 3 പേരില്ല പറച്ചിൽ. പിന്നെ ഇതുണ്ടോ ചിറകെട്ടീന്. ഈ പാടത്ത് അങ്ങനെ വെള്ളം വറ്റില്ല. മാർച്ച് പകുതിൻ്റെ മേലെയായി, ഇപ്പോഴും വെള്ളം വറ്റിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും, ഈ വെള്ളം സെപ്പറേറ്റ്ലി വിട്ടിട്ടാണ് ഇതങ്ങനെ പോയിട്ട് അടുത്ത് കുറച്ച് പറമ്പുകളുണ്ട്, അതിലേക്ക് കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കഴുങ്ങും തോട്ടമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ കഴുങ്ങും തോട്ടത്തേക്കൊക്കെ വെള്ളം കൊണ്ടുവന്നത് ഈ കുളത്തു നിന്നാണ്. ഇതൊരു പൊതുകുളം പോലെ പബ്ലിക്കായിട്ട് കൊടുത്തതാണ്. എല്ലാവരും വന്ന് കുളിക്കലുണ്ട്. അങ്ങനെ ഇതാണ് പറമ്പ്.
വളമായിട്ട് ഇപ്പോൾ കോഴിക്കാട്ടം ഇട്ടിട്ടേ ഉള്ളൂ ചെറിയ തൈകൾക്ക്. ഇനി വലിയ കഴുങ്ങും തൈക്ക് വളപ്പൊടി ഇടുന്നത്. ഈ തോട്ടം മൊത്തം കഴുങ്ങും തോട്ടങ്ങളാണ്. ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ 1-2 വാഴ അതൊക്കെ തന്നെയുള്ളൂ, വേറെ അധികമൊന്നുമില്ല. പിന്നെ ചില മരത്തുമ്പോൾ കുരുമുളകും കയറ്റിയിട്ടിട്ടുണ്ട്. ഇത് മോട്ടർ മരമാണ് കേട്ടോ. ഈ മോട്ടറിൽ നിന്നാണ് വെള്ളം അടിച്ച് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, പറമ്പിലേക്ക് വെള്ളം പോകുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കിണറും കൂടി ഉണ്ട്. ഞങ്ങളെ വീട്ടിലത്തെ കിണറ്റിൽ വെള്ളം കമ്മിയാണ്. ഇവിടെ ഈ പാടത്ത് അങ്ങനെ പെട്ടെന്ന് ഉറവ് പറ്റില്ല, കാരണം ഇവിടെ മലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടാകുമ്പോഴേക്കും വെള്ളം കുറവാണ്. ഇങ്ങനെ അപ്പോൾ ഈ വേനൽക്കാലമാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അടിക്കും, മോട്ടർ അടിക്കും. കേൾക്കണു, ഇത് ഞങ്ങൾ വീട്ടിലേക്ക് പോണ മോട്ടറാണ്. വീട്ടിലെ മോട്ടർ തന്നെ കേട്ടോ, ഇവിടെ കൊടുന്ന് വെച്ചതാണ്. അങ്ങനെ അവിടെയാണ് വീട്. അപ്പോൾ ഇവിടെ പറമ്പൊക്കെ ഒന്ന് നോക്കി, ഷൂട്ടോ പരിപാടിയൊന്നും ഇല്ല. നാട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതേപോലെ പറമ്പിലൊക്കെ ഒരു വന്ന് നോക്കിയിട്ടൊരു ഇടയ്ക്കൊരു പോക്കുണ്ട്. കുറവാണ്. പിന്നെ അധികം അച്ഛനാണ് നോക്കാറ്. അപ്പോൾ ഇനി അടുത്ത പറമ്പിക്ക് പോവാം. അങ്ങനെ അടുത്ത പറമ്പിക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് തെക്കമ്പാങ് എന്നാണ് പറയുന്നത്, തെക്കമ്പാങ് പറമ്പ് എന്നാണ് ഞങ്ങൾ പറയാറ്. പിന്നെ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ പറമ്പിലെത്തി. ഇതാണ് 3ാമത്തെ പറമ്പ്. ഒരു കല്ലുണ്ട് കേട്ടോ. ഞങ്ങളൊരു കല്ലിങ്ങനെ പടവിട്ടണോ വണ്ടിയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലാബ് വാർത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടി ഇറക്കിയിട്ടൊക്കെ ചെയ്യും. കാരണം ഒന്നാമത് ഇവിടെ ഏരിയയിലൊന്നും വലിയ എന്താ പറയുക വീടുകളില്ല, കുറേ ഡിസ്റ്റൻസിലാണ് വീട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ വെള്ളമടിക്കാനും പല ടീമുകളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിർത്തി പരിപാടികളൊക്കെ ഉണ്ട്. വീട്ടിൽ വേസ്റ്റ് തന്നെ കൊടുന്നിരുന്ന പരിപാടി ഉണ്ട്. ഇതൊക്കെ നോക്ക്, കവറ് നോക്ക്, വേസ്റ്റുകൾ കൊടുന്നിരുന്നത്. ആളും മനുഷ്യനും ഇല്ലാത്ത ഏരിയ കാണുമ്പോൾ ഇവരൊക്കെ പരിപാടികൾ ഇതാണ്. ഇപ്പോൾ ഹരിതകർമ്മസേന അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ വേസ്റ്റ് വഴി കൊടുന്നിരുന്നതെന്ന് മനസ്സിലാവില്ല. അവർക്ക് കൊടുത്താൽ മതി, ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. പ്രകൃതിയിൽ അലിയണതാണെങ്കിൽ കത്തിച്ചാലും പ്രശ്നമില്ല. പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഹരിതകർമ്മസേനയൊക്കെ കൊണ്ടുപോകും. പക്ഷെ എപ്പോഴും ഈ റോട്ടിൽ കൊടുന്നിരുന്ന സ്വഭാവം ഉണ്ട് ആൾക്കാർക്ക്. എന്ത് ചെയ്യാനാ. അപ്പം ഇനി പറമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അങ്ങനെ സൺസെറ്റ് ആവാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ ലൈറ്റൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്നേ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാക്കണം, ഇപ്പോഴത്തെ പൂട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. മഴയൊക്കെ നിന്നതിന് ശേഷം നമ്മൾ പൂട്ടാറുള്ളൂ. മെയിൻ റീസൺ എന്താ വെച്ചാൽ പുല്ല് മറ്റേതെന്താ വെച്ചാൽ മുളയ്ക്കും നമ്മൾ പൂട്ടി കഴിഞ്ഞാൽ. അപ്പോൾ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പൂട്ടും. അപ്പോൾ പിന്നെ പുല്ല് മുളയ്ക്കൊന്നുമില്ല. ഇതാണ് പറമ്പ്. ഇവിടെ മെയിനായിട്ട് തെങ്ങോളാണുള്ളത്, വേറെ കൃഷിയൊന്നുമില്ല, തെങ്ങ് തന്നെയാണ് മെയിൻ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് വന്ന് നോക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു വ്ളോഗ് ആക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. ഇവിടെ ഒരു മുളക് തൈ ഉണ്ടായിരുന്നു. ഞാനിത് ഉണങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വേനലിൽ പിടിച്ച് കണ്ടല്ലോ, എൻ്റെ ചോട്ടിലായതുകൊണ്ടാട്ടോ പിടിച്ചിക്കണത്. മറ്റേ ഈ വെയിലത്തൊന്നും നിൽക്കലൊക്കെ മുളകൊക്കെ കഴിയാവുന്നോളം മുളക് മരമായാലും എന്ത് മരമായാലും അത് ഉണങ്ങിപ്പോകേണ്ടതാണ്. ചെറുതല്ലേ, വെള്ളം കിട്ടാനിട്ടേ. ഇനി ഒരു മഴ പെയ്ത് പുതൽ വരുമ്പോഴേ അടുത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയ റോഡാണ്. അവിടുന്ന് ഇതാ ഇവിടെ അറ്റം ആ ചെറിയ വഴി പോകണില്ലേ, അവിടെ എത്തില്ല കേട്ടോ, അതിൻ്റെ തൊട്ടടുത്തേറ്റ് അത്രയും സ്ഥലമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു പടവ് കാണുന്നില്ലേ, ഇതിൻ്റെ അപ്പുറവും ഇല്ല. അല്ല, അപ്പുറത്തൊരു മേലെ ഒരു പടവുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും ഇല്ല. അങ്ങനെയാണ് ഇത്രയും സ്ഥലം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വ്ളോഗ്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, കാരണം വെറും പറമ്പുകളും കുറച്ച് മാവുകളൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോസ്. ഇന്നിങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാൽ മുന്നേ ഒരു വർക്ക് ചെയ്തായിരുന്നു എഡിറ്റിങ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ബ്രേക്ക് എടുത്താണ്. ഇനി കഴിഞ്ഞിട്ട് പോയിട്ട് വേണം, വേറെ വർക്കും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു സ്കൂളത്തെ ഒരു എഡിറ്റിങ്ങിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആവാലോ വെച്ചിട്ട് ഒരു വ്ളോഗ് കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയക്ക് വന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നാമത് ഞാൻ ശീലമില്ല, പറഞ്ഞൊന്നും ശീലമില്ല. ഇപ്പോൾ കണ്ടോ, അത് ആൾക്കാരൊന്നും ഇല്ലാത്തൊരിടയായതുകൊണ്ട് ഇപ്പോൾ ഒരു എനർജി കിട്ടിയാണ് സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും സംസാരിക്കില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു ഷൈ എന്നുള്ള പരിപാടി എനിക്ക് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പൊതുവേ ഞാനെന്താ വെച്ചാൽ ക്യാരക്ടറായിട്ട് ഇപ്പോൾ അഭിനയിക്കുമ്പോഴായാലും ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതൊരു ക്യാരക്ടറാണല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. നമുക്ക് ഒരു ഷൈ വരില്ല. ആ സമയം ഞാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക, സംസാരിക്കുക എന്നുള്ളപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷൈ പ്രശ്നമുണ്ട്. ആസ് ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറാറുണ്ട്,
അപ്പോൾ തിയേറ്റർ ഡ്രാമ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യുമ്പോൾ നമുക്കൊരു ഷൈ തോന്നില്ല, ഒരു പേടിയോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഞാനായിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റക്ക് വരും, അല്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ കണ്ടോ, അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രീ സ്പേസിൽ കിട്ടിയപ്പോൾ നല്ലോണം സംസാരിക്കുന്നുണ്ട്. വ്ളോഗ് ചെയ്യുമ്പോൾ ഈ ക്യാമറ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കണം, ഒക്കെ റെഡിയാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ, എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ, മുന്നത്തൊരു വീഡിയോ ഒന്ന് വെച്ചിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെ പറയുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലോകത്തെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോറ്റും കാണുന്നവരേക്കും ബൈ.